ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ബി.ജെ.പിക്ക് അകത്ത് പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറിന് രാഷ്ട്രീയ പക്വതയില്ലെന്നാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. പല നടപടികളും പക്വതയില്ലാത്തത്. എ സുരേഷിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവർത്തനമെന്നും പരാതികൾ വന്നിരിക്കുകയാണ്. പി.വി. കുട്ടൻ കോഴിക്കോട് നിന്ന് ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. നോക്കാം, രാജീവ് ചന്ദ്രശേഖറിനെതിരെ ബി.ജെ.പിക്കുള്ളിൽ പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം പറയാം, ഏതായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ സമീപഭാവിയിൽ ബി.ജെ.പിക്ക് ഒരു ബാധ്യതയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കുട്ടൻ, ഗുഡ് മോർണിംഗ്. രാജീവ് ചന്ദ്രശേഖരൻ ഒരു പക്വതയില്ലാത്ത നേതാവാണ് എന്നാണോ ഇപ്പോൾ ബി.ജെ.പിക്കുള്ളിൽ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപം? അതായത് എവിടെ നിന്നോ നൂലിൽ കെട്ടിയിറക്കിക്കൊണ്ടുവന്നതിൻ്റെ എല്ലാ പക്വതയില്ലായ്മയും നിലവാരമില്ലായ്മയും കാണുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖറിൽ എന്നാണോ ഇപ്പോൾ ഒരു വിഭാഗം ഉയർത്തുന്ന ആക്ഷേപം? മനു, ഗുഡ് മോർണിംഗ്. രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ബി.ജെ.പിക്കകത്ത് ഉയർന്നു വരുന്നത്. അതിനകത്ത് പക്ഷങ്ങളില്ലാതെ, ഗ്രൂപ്പ് ഭേദമില്ലാതെ ഏതാണ്ട് എല്ലാ നേതാക്കളും, മുൻകാലങ്ങളിൽ സജീവമായിരുന്ന സംസ്ഥാന അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊക്കെ ഇത്തരമൊരു വിലയിരുത്തലുകളും അഭിപ്രായവുമാണ് ഉള്ളത്. കാരണം കേരളത്തിന് പരിചിതമല്ലാത്തൊരു രാഷ്ട്രീയ സംസ്കാരം, അതിനെ രാഷ്ട്രീയ സംസ്കാരം എന്ന് പോലും വിശേഷിപ്പിക്കാൻ പറ്റാത്ത മറിച്ചൊരു രാഷ്ട്രീയ സംസ്കാരം ബി.ജെ.പിക്കകത്ത്. അതെ 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 അപ്പൊ അത് കടുത്ത വിമർശനം. സാധാരണ നമുക്കറിയാം, കെ സുരേന്ദ്രനെ മാറ്റിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായും കെ സുരേന്ദ്രന് അതുമായി ബന്ധപ്പെട്ട അതൃപ്തി ഉണ്ടാകും. പക്ഷേ ഈ സമീപകാലത്ത് നടന്നു വരുന്ന വിഷയങ്ങൾക്ക്, അതായത് രാജീവ് പ്രസിഡന്റായി വന്നതിന് ശേഷം ബി.ജെ.പി എടുക്കുന്ന പല തീരുമാനങ്ങളും രാഷ്ട്രീയപരമായ വലിയ മണ്ടത്തരങ്ങളാണ്. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ബാഹുലേൻ ഉൾപ്പെടെ വിട്ടുപോകുന്നൊരു സാഹചര്യം ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ്. അതിൻ്റെ പിന്നിലൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പിടിപ്പുകേടാണ് എന്നുള്ള വിലയിരുത്തലുണ്ട്. രാജീവ് പ്രധാനപ്പെട്ട നേതാക്കൾ പി.കെ. കൃഷ്ണദാസ്, എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, വി. മുരളീധരൻ, കെ. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ കോർ കമ്മിറ്റിക്കകത്ത് പോലും ഇവരുടെയൊന്നും അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാതെ എസ് സുരേഷിൻ്റെ, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് മാത്രമായി തിരുവനന്തപുരത്ത് മാത്രം പ്രാദേശികമായ ബി.ജെ.പി പ്രവർത്തനം നടത്തിയിരുന്ന എസ് സുരേഷിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ പോലും എടുക്കുന്നതെന്നുള്ള രൂക്ഷമായ വിമർശനമാണ്. അതിൻ്റെ അത്രയും വലിയ പരാതികൾ ഉൾപ്പെടെ ബി.ജെ.പിയുടെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ സുലേഖയെ, കൈരളി റിപ്പോർട്ടർ സുലേഖയെ നീ മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ ദൃശ്യങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. അത് കഴിഞ്ഞ ഉടൻ തന്നെ, ആ സംഭവം കഴിഞ്ഞ ഉടൻ തന്നെ ബി.ജെ.പിയുടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് നേതാക്കൾ, സംസ്ഥാനത്തെ പ്രമുഖരായ നേതാക്കൾ നമ്മളോടൊക്കെ പറയുമ്പോൾ ശുദ്ധ അസംബന്ധമാണ് രാജീവ് ചന്ദ്രശേഖർ കാണിക്കുന്നത്. തീരെ നിലവാരമില്ലാത്ത രീതിയിലേക്ക് ബി.ജെ.പി എത്തിക്കുന്നല്ലോ എന്നുള്ളൊരു ഒരു സങ്കടകരമായ അവരുടെ ഒരു മനോവേദന കൂടി പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടെ രാജീവിൻ്റെ ചില തീരുമാനങ്ങളെ ശക്തമായ രീതിയിൽ എതിർക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു. ഇതിനകത്തുനിന്നും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പാർട്ടിക്ക് രാജീവിൻ്റെ നേതൃത്വത്തിന് കീഴിൽ സാധിക്കില്ല എന്നുള്ളൊരു പൊതു വിലയിരുത്തലുണ്ട്. കാരണം ഇത്തരത്തിൽ മണ്ടത്തരത്തിലുള്ള തീരുമാനങ്ങൾ കേരളത്തിന് ഒരു കാരണവശാലും കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിക്കാത്ത തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നത്. അതൊക്കെ വലിയ രീതിയിലുള്ള ദോഷം ചെയ്യുമെന്നുള്ള വിലയിരുത്തൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സജീവമായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാക്കളെയും കാണുന്നില്ല എന്നുള്ളതാണ്. പി.കെ. കൃഷ്ണദാസ് ആകട്ടെ, എം.ടി. രമേശ് ആകട്ടെ, ശോഭാ സുരേന്ദ്രനാകട്ടെ, ഇവരൊന്നും രാജീവിനെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്ത് വരുന്നില്ല. അത് നമുക്കറിയാം. അന്നത്തെ ദൃശ്യങ്ങളിലൊക്കെ പിറകിൽ നിന്നും എസ് സുരേഷ് അടിച്ചെന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ സുരേഷിൻ്റെ നിർദ്ദേശം, അതോടൊപ്പം അനൂപിൻ്റെ ഒക്കെ ഒരു വലയത്തിലാണ് ഇദ്ദേഹം ഉള്ളത്. കേരള രാഷ്ട്രീയത്തിന് ഒരു തരത്തിലും പരിചയമല്ലാത്ത അനൂപിൻ്റെയൊക്കെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ടാണ് രാജീവ് മുന്നോട്ട് പോകുന്നതെന്നുള്ള വിമർശനം ശക്തമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ബി.ജെ.പി നേതൃത്വം, പ്രത്യേകിച്ചും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷന് പാർട്ടി സംഘടന മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ RSSൻ്റെ പിന്തുണ വളരെ അത്യാവശ്യമാണ്. ഇതിനകത്ത് ഇപ്പോൾ RSSൻ്റെ പിന്തുണ കൂടി രാജീവിന് നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു സൂചനയുണ്ട്. കാരണം ഇന്നലെ പന്തളത്ത് നടന്ന RSSൻ്റെ സംഘടനകൾ നടത്തിയ ഈ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ മനു ശ്രദ്ധിച്ചിട്ടുണ്ടാകും. രാജീവ് ചന്ദ്രശേഖരൻ അവിടെ സ്റ്റേജിൽ ഇടമുണ്ടായിരുന്നില്ല. രാജീവ് പൂർണ്ണമായും സദസ്സിലിരിക്കുകയായിരുന്നു. വളരെ നമുക്കറിയാം, മുൻ കേന്ദ്രമന്ത്രിയാണ്, രാജ്യസഭ MP ആയിരുന്നു, രാജ്യസഭാ അംഗമായിരുന്നു, കേരളത്തിൻ്റെ നിലവിലെ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹമാണ് സദസ്സിലിരിക്കുന്നത്. ആ സമയത്ത് വേദിയിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് തമിഴ്നാട്ടിലെ മുൻ ബി.ജെ.പിയുടെ പ്രസിഡന്റായിരുന്ന അണ്ണാമലയാണ്. അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായൊരു സൂചനയാണ്. രാജീവിനെ RSSും കൈയൊഴിയുന്നു എന്ന തരത്തിലുള്ള വളരെ കൃത്യമായൊരു സൂചനയാണ് അതിൽ നിന്നും വരുന്നതെന്നാണ് ബി.ജെ.പി വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. മനു, അതായത് ചുരുക്കി പറഞ്ഞാൽ ബി.ജെ.പിക്ക് ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട പരാമർശം എന്ന് പറയുന്നത്, ഇങ്ങനെയാണെങ്കിൽ
ഈ സംസ്ഥാന അധ്യക്ഷൻ ആ പാർട്ടിക്ക് ഒരു ബാധ്യതയായി മാറാനുള്ള എല്ലാ സാധ്യതയും സമീപഭാവിയിൽ കാണുന്നുണ്ട് എന്നാണല്ലേ? തീർച്ചയായും. കാരണം പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ ആ ഇലക്ഷൻ വരെ ഈ പ്രസിഡന്റ് സ്ഥാനത്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുൾപ്പെടെയുള്ള ആശങ്ക ബി.ജെ.പി. നേതാക്കൾ പങ്കുവെക്കുന്നത്. കാരണം കോർ കമ്മിറ്റിയിലൊക്കെ പലതരത്തിലുള്ള വിചിത്രമായ തീരുമാനങ്ങളൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ്. കാരണം നേതാക്കന്മാരോടൊക്കെ നിങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുള്ളൂ എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. പക്ഷെ അതിനകത്ത് ആർക്കൊക്കെ ഏത് ചുമതല എന്നത് നിശ്ചയിക്കുന്നില്ല. മറിച്ച് രാജീവ് ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ ഷോൺ ജോർജ്, അനൂപ് ഉൾപ്പെടെയുള്ള കുറച്ച് നേതാക്കൾക്ക് അവരുടെ ചില മണ്ഡലങ്ങളൊക്കെ നിശ്ചയിച്ച് നൽകി പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകുന്നതിനുള്ള വിവരങ്ങളൊക്കെ കോർ കമ്മിറ്റിയിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ്. എത്രത്തോളം ആധികാരികതയുണ്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഇലക്ഷനകത്തും വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടുമെന്നുള്ളൊരു ആശങ്ക ബി.ജെ.പി. നിലവിലെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. അത് രാജീവ് ചന്ദ്രശേഖർ ഈ കഴിഞ്ഞ കോർ കമ്മിറ്റിയിൽ ആ ഒരു ആശങ്ക പങ്കുവച്ചു എന്നുള്ളതാണ്. അത്തരം വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികം കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിനകത്ത് ബി.ജെ.പിക്ക് അത്തരത്തിൽ വലിയ റോളുകൾ ഉണ്ടാകാറില്ല. പക്ഷേ എങ്കിൽ പോലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ ചില സ്ഥലങ്ങളിൽ എങ്കിലും ബി.ജെ.പി. മുന്നേറ്റം ഉണ്ടാക്കാറുണ്ട്. ആ മുന്നേറ്റം നിലനിർത്തുകയും കൂടുതൽ സ്ഥലങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള നിർദ്ദേശം രാജുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത് നടപ്പിലായില്ലെങ്കിൽ സ്വാഭാവികമായും താൻ ഉൾപ്പെടെയുള്ളവരുടെ പിടിപ്പുകേടാണ് എന്ന് വരും. അത്തരമൊരു ആശങ്ക രാജീവ് ചന്ദ്രശേഖരന് തന്നെയുണ്ട്. അപ്പോഴാണ് ബി.ജെ.പിക്കകത്ത് മറ്റു നേതാക്കൾ പറയുന്നത് ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരെയെങ്കിലും പോയാൽ രാജീവിൻ്റെ ഭാഗ്യം, അല്ലെങ്കിൽ ഒരു പക്ഷേ അതിന് മുമ്പ് തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റേണ്ടി വരും എന്നൊക്കെയുള്ളൊരു പ്രതികരണങ്ങളാണ് കേരള നേതാക്കൾ നടത്തുന്നത്. സ്വാഭാവികമായും കേന്ദ്രത്തിൻ്റെ ഒരു തീരുമാനം എന്താണെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രത്യേക താല്പര്യമനുസരിച്ചാണ് രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവരുന്നത്. കാരണം കേരളത്തിൽ പരിണിതപ്രജ്ഞരായ ബി.ജെ.പിയുടെ ഒരുപാട് നേതാക്കളുണ്ടായിട്ടും അവരെയൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ബിസിനസ് രംഗത്തു നിന്നും വന്ന രാജീവിനെ, കേരളത്തിൻ്റെ ഒരു പരിചയമില്ലാത്ത രാജീവ് ചന്ദ്രശേഖരെ കേരളത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി കൊണ്ടുവരുന്നത്. ഏതായാലും ബി.ജെ.പിക്കകത്തെ വിഷയങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതൽ ശക്തമായി ഉയർന്നു വരും. മനു, അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. തീർച്ചയായും ഏതായാലും കാത്തിരുന്ന് കാണേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടൻ. നമുക്കത് കാത്തിരുന്ന് തന്നെ കാണാം. നമ്മളോട് കാണിച്ചു തരാമെന്നാണല്ലോ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന്. ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അദ്ദേഹത്തിന് ഒരു ധാരണയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആ പാർട്ടിയിൽ ഉയർന്നു വന്ന ചർച്ച എന്ന് പറയുന്നത് വലിയ ബാധ്യതയാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന രീതിയിലാണ് ഒരു വിഭാഗം നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ നിലവിട്ട പ്രതികരണങ്ങൾ ഇനിയും ഉണ്ടാകാം. ഒരു കാര്യത്തിൽ മലയാളികൾ ഭാഗ്യമുള്ളവരാണ്. കാരണം ഓരോ ഘട്ടത്തിലും ഇതുപോലുള്ള ഓരോ ബി.ജെ.പി. നേതാക്കൾ ട്രോളന്മാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും. നേരത്തെ കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു, അതിനുശേഷം ഇപ്പോഴിതാ രാജീവ് ചന്ദ്രശേഖരൻ വന്നിരിക്കുന്നു. ഏതായാലും ആ രീതിയിൽ ട്രോളന്മാരൊക്കെ ഭാഗ്യമുള്ളവരാണ്. നമുക്കിനിയും ഒരുപാട് കാണേണ്ടി വരും.